ഞാൻ ഈ പറയുന്നത് പല വർക്കിംഗ് വിമനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഈ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ഫാമിലി ലൈഫും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അത്യാവശ്യം ടാസ്ക് ഉള്ള പരിപാടിയാണ്. അതിന്റെ കൂടെ പീരീഡ്സും മൂഡ് സിക്സും പോലുള്ള ചില വില്ലന്മാരും കൂടി വരുമ്പം അടിപൊളിയായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം 8.5 മണിക്കൂർ ജോലിയും 1.5 മണിക്കൂർ ട്രാവലിങ്ങും വീട്ടിലെത്തിയാൽ ഓൺലൈൻ ട്യൂട്ടറിങ്ങും കോണ്ടന്റ് ക്രിയേഷനും കൂടി ആവുമ്പം പാതിരാത്രി ആയിട്ടുണ്ടാവും ഞാനൊന്ന് ഫ്രീ ആവാൻ. ആ സമയത്ത് ക്ലീനിങ് പോലുള്ള പരിപാടിയിലേക്ക് നിന്ന് കഴിഞ്ഞാൽ എന്നെ വല്ലാണ്ട് ഒരാൾ സ്നേഹിക്കും. മറ്റാരുമല്ല, മൈഗ്രെയിൻ. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓഫ് ഡേയ്സിലേക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ചെയ്തിരുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്നറിയോ? എന്തെങ്കിലും ഒരു കാര്യം സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഫുൾ ഫോക്കസ് കൊടുക്കും. ആ സമയത്ത് ഞാൻ എൻ്റെ ഹെൽത്തിനെ പോലും കെയർ ചെയ്യില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് സക്സസ് ആവണമെങ്കിൽ ഫിസിക്കലി മെന്റലി നമ്മൾ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഒരുപോലെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ വേറെ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നാലും അതിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കാറ്.